ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അങ്ങനെ നല്ല മഴയുള്ള ഒരു ദിവസം കൊച്ചടുക്കളയിൽ വീണ്ടും ഞാൻ നിൽക്കുന്നു. ഇന്നെന്താ അറിയോ ഞാൻ ചെയ്യാൻ പോകുന്നത്? ഇന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ കുറച്ചൊരു കോമൺ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ചമ്മന്തി ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതായത് ഈ ചമ്മന്തി ദോശയ്ക്കും നല്ലതാണ്, ചോറിനും നല്ലതാണ്, എല്ലാത്തിനും നല്ലതാണ്. വേണ്ടി വന്നാൽ നമുക്ക് ചപ്പാത്തിക്ക് വേണമെങ്കിലും ഒന്നുമില്ലെങ്കിലും കഴിക്കാൻ പറ്റും. അപ്പോൾ ഒരു എന്താ പറയുക, സ്പെഷ്യലായിട്ടുള്ള ഒരു അടിപൊളി ചമ്മന്തി എങ്ങനെയാണെന്ന് അറിയണ്ടേ? അപ്പോൾ ഞാനിത് തുടങ്ങാൻ പോണു. ഓക്കെ, ഇതിനകത്ത് സവാള, ടൊമാറ്റോ, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാ കാര്യങ്ങളും ചേരും. ഓക്കെ, ഇത് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയ്ക്ക് വളരെ വളരെ നല്ലതാണ്. ഈ മഴക്കാലവും കൊറോണ സീസണും എല്ലാം വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് വെരി ഗുഡ്. നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ വയറിൻ്റെ എല്ലാം ആരോഗ്യത്തിനും ഒക്കെ നല്ലതാണ്. ഇത് നോക്കിക്കോളൂ. ആദ്യം 2 കഷ്ണം ഇഞ്ചി, 2 സ്ക്വയർ പീസസ്. അതുപോലെ ഒരു 10 അല്ലി വെളുത്തുള്ളി, അതുപോലെ തന്നെയാണ് നമ്മുടെ സവാളയുടെ കാര്യം. കുറച്ച് വലിയ പീസസ് ആയിട്ട് ഞാൻ വരുന്നുണ്ട്. പച്ചമുളകും ഓക്കെ, അതും റഫായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാം. ഓക്കെ, അത് മതി. ഇതെല്ലാം കൂടി ഒന്ന് ചതയ്ക്കണം. ഓക്കെ, അതൊരു സൈഡിൽ. പിന്നെ ടൊമാറ്റോ സെപ്പറേറ്റ് ആയിട്ട് അരക്കണം. വലിയ പീസസ് ആയിട്ട് തന്നെ അത് മുറിച്ച് വയ്ക്കാം. ഇത് പ്യൂറി ചെയ്ത് വയ്ക്കണം. ഇത് വളരെ സിമ്പിൾ കറിയാണ്. ഇനി ഇത് അതായത് ഫൈൻ പേസ്റ്റായിട്ടല്ല അരയ്ക്കുന്നത്, തരിതരിപ്പായിട്ട് ചതച്ചതുപോലെ ഒന്ന് ഒരു റഫായിട്ടാണ് അരച്ചെടുക്കുക. ഓക്കെ, ഇത്ര മതി. നല്ല ചുവ വരുന്നുണ്ട്, ബിക്കോസ് പച്ചമുളകിന് നല്ല എരിവുണ്ടായിരുന്നു. ഇനി നമ്മൾ ടൊമാറ്റോയും കൂടി അരച്ചെടുക്കണം. ഓക്കെ, അത് ചെറിയ ബൗളിലെടുക്കാം. നന്നായിട്ട് പ്യൂറി ചെയ്യണം, ഒട്ടും തരിയില്ലാണ്ട്. നന്നായിട്ട് അരച്ചെടുത്തു. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും റെഡിയാണ്. അങ്ങനെ ടൊമാറ്റോ ഈസ് ഓൾസോ റെഡി. ടൊമാറ്റോ അരച്ചത്, ടൊമാറ്റോ പ്യൂറിയും സവാള ആ ഒരു മിശ്രിതവും ചതഞ്ഞരഞ്ഞ മാതിരി റെഡി ആയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് 2 കാര്യങ്ങളും റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് നമ്മുടെ പരിപാടി തുടങ്ങും. അതിനി ഇത് വഴണ്ട് കിട്ടുന്ന സമയം അത്രേ ഉള്ളൂ. ഇനി നമ്മൾ വഴറ്റി തുടങ്ങുമ്പോൾ അത് വെളിച്ചെണ്ണയിലാണ് ഇപ്പം ഞാൻ ചെയ്ത് കാണിക്കുന്നത്. കൂടുതൽ ദിവസം വെച്ചേക്കാനായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നല്ലെണ്ണയിൽ ചെയ്താലും കുഴപ്പമില്ല. പക്ഷേ വെളിച്ചെണ്ണയിൽ നമുക്കിത് ഒരുപാട് ദിവസമൊന്നും വെക്കില്ലല്ലോ, 2-3 ദിവസം കൊണ്ട് തീർക്കില്ലേ. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാം. അപ്പോൾ കൂടുതൽ എണ്ണ വേണം. 1/2 കപ്പ് വെളിച്ചെണ്ണ. എണ്ണ ചൂടായി തുടങ്ങി. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഈ ചതഞ്ഞരഞ്ഞതുപോലെ ഇരിക്കുന്ന ഈ കൂട്ട് നന്നായിട്ട് വഴണ്ട് കറക്റ്റായിട്ട് മൂത്ത് വരണം. ഓക്കെ, പച്ചച്ചുവയൊക്കെ മാറി വരണം. അപ്പോൾ ഈ നമ്മൾ ആദ്യം ചേർത്തല്ലോ ചതച്ചരച്ച സംഭവം, അത് വഴണ്ട് അതിൻ്റെ പച്ചച്ചുവയൊക്കെ മാറി വരുമ്പോൾ അതിനകത്തേക്ക് ഒരു കാര്യം കൂടി ചേർത്ത്. ഓക്കെ, ഇനി ഇതിലേക്ക് നമ്മളൊരു 2 ടേബിൾ സ്പൂൺ പിരിയൻ മുളകിൻ്റെ പൊടി. അത്യാവശ്യം നല്ല എരിവുള്ളൊരു ചമ്മന്തി ആയിരിക്കും ഇത്. ഓക്കെ, 2 വലിയ ടേബിൾ സ്പൂൺ പിരിയൻ മുളകിൻ്റെ പൊടിയും കൂടി ചേർത്തിട്ട് ഇനി ഇതിൻ്റെ ഒരു പച്ചച്ചുവ മാറുന്നവരെ വഴറ്റിക്കൊണ്ടേയിരിക്കണം. ഓക്കെ, എന്നിട്ട് എണ്ണ തെളിയുന്ന പോലെ ആകും, മൂത്തൊരു മണമൊക്കെ വരും. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി കാര്യം. ഓക്കെ, അപ്പം മുളക് പൊടിയും പാകത്തിന് മൂത്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് 2 ഓപ്ഷനുണ്ട്. പുളി വേണമെങ്കിലും ഒഴിക്കാം. പക്ഷെ ഞാനിവിടെ ഇപ്പോൾ ടൊമാറ്റോ അരച്ച് വെച്ചില്ലേ നമ്മൾ, അതാണ് ചേർത്ത്. ഇനി ഈ ടൊമാറ്റോയും ഇതിൻ്റെ കൂടെ കിടന്ന് നന്നായിട്ട് വഴണ്ട് എണ്ണ തെളിയുന്നൊരു പാകമാവണം. ഒരു ഇടത്തരം ചെറിയ തീയിൽ ആ ടൊമാറ്റോയുടെ പച്ചച്ചുവെല്ലാം മാറണം. അത് കഴിഞ്ഞിട്ട് എണ്ണയെല്ലാം ഇങ്ങനെ നന്നായിട്ട് തെളിഞ്ഞ് വരും. അതാണ് പാകം. അപ്പോൾ പുളിയാണ് ചേർക്കുന്നതെങ്കിൽ പുളിവെള്ളം, വാളൻ പുളിയുടെ വെള്ളം. ഉപ്പൊക്കെ നോക്കുക, ഇല്ലെങ്കിൽ ഏത് സമയത്തും ചേർക്കാമല്ലോ. ഓക്കെ, ഇത് നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് തുടങ്ങി. ഒരു 5 മിനിറ്റും കൂടെ കിടക്കട്ടെ. സൈഡിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്നുണ്ട്. അതായത് ആ ടൊമാറ്റോയുടെ ജ്യൂസ് കംപ്ലീറ്റ് ആയിട്ട് അതിനകത്തേക്ക് വറ്റി അതിനകത്തോട്ട് ചേർന്ന് നല്ല എണ്ണ തെളിയുന്ന പോലെയായി വറണ്ട്. ഇതാണ് നമ്മുടെ ഒരു മസാല ചട്നി. ഇച്ചിരി ഞാനൊരു 5 മിനിറ്റും കൂടി ഇട്ടേക്കാൻ പോവാണ്. അമ്മ കുറച്ചുകൂടി ടേസ്റ്റ് വരും. ഓക്കെ,
ഇപ്പോൾ കറക്റ്റ് പാകത്തിനായി കഴിഞ്ഞു. ഓക്കെ, എണ്ണയെല്ലാം നല്ലോണം തെളിഞ്ഞിട്ടുണ്ട്. മതി. ഇനി നമ്മളത് ഒരു പാത്രത്തിലേക്ക് മാറ്റും. ഓക്കെ, അങ്ങനെ നമ്മളുടെ മസാല ചമ്മന്തി ഈസ് റെഡി. ആഹാ, ഇതൊരു ഭംഗിയല്ലേ കാണാൻ. ഒരു ഡാർക്ക് റെഡ് കളർ, ബ്രൗൺ റെഡ് എന്ന് പറയാം. ഒരു പാത്രത്തിലേക്ക് ആക്കട്ടെ, ഒരു വൈറ്റ് പാത്രത്തിൽ തന്നെ ആക്കാം. അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. നോക്കിക്കോളൂ. അങ്ങനെ നമ്മളുടെ മസാല ചമ്മന്തി റെഡിയാണ്. കാണുമ്പോൾ തന്നെ അറിയില്ല എന്താ ടേസ്റ്റ്. ഇങ്ങനെ എണ്ണയൊക്കെ ഇങ്ങനെ കിനിഞ്ഞ് വരുന്നുണ്ട്, ഒരു രക്ഷയില്ല. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ചോറ് ഇത് മാത്രം മതി, ഒരു പറ ചോറുണ്ട്. ചോറാണെങ്കിൽ അങ്ങനെ, ദോശയാണെങ്കിൽ അങ്ങനെ, വേണമെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാം. പിന്നെ കപ്പ, സൂപ്പർ കോമ്പിനേഷൻ. അപ്പോൾ ഇവിടെ വീട്ടിലെന്തായാലും ഇന്ന് കപ്പ ഉള്ള ദിവസമായിരുന്നു. ഓക്കെ, കപ്പ ഉണ്ടാക്കുന്ന പ്രോസസ്സ് ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല, പക്ഷേ ഇവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, ഞാൻ വേറൊരു ദിവസം കാണിച്ചു തരാം. കപ്പ പുഴുക്ക് പോലെ ചെയ്തതാണ്. അതിൻ്റെ കൂടെ കഴിച്ചാലോ. നല്ല വേഗുന്ന കപ്പയായിരുന്നു, നല്ല കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ കുറച്ച് മുളക്. ഓ മൈ ഗോഡ്, നമ്മുടെ മസാല ചമ്മന്തി എത്ര വേണമെങ്കിലും കഴിക്കാം, പക്ഷേ അത്യാവശ്യം നല്ല എരിവുണ്ട്. നമുക്ക് വളരെ കുറച്ച് മതി. ഈ ഒരു ബൗൾ നിറച്ചിട്ട് എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് സൂക്ഷിച്ച് ഉപയോഗിക്കാം. ഇവിടെ ഒരു 3-4 ദിവസത്തേക്ക് വരും. ഓക്കെ, ഒന്നുമില്ലാത്ത സമയത്ത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം. ഓക്കെ, ഇതിപ്പോൾ ഞാൻ കപ്പ കോമ്പിനേഷനിലാണ് എടുത്തത്. ഓ മൈ ഗോഡ്, ഓ കപ്പ എൻ്റെ ഫേവറേറ്റാണ്. അതിൻ്റെ കൂടെ ഈ ഒരു മസാല ചമ്മന്തി കൂടെ ആയപ്പോൾ എൻ്റെ ദൈവമേ രക്ഷയില്ല. സോ നൈസ്. ഞാൻ ടൊമാറ്റോയിലാണ് ചെയ്തത്. ഇനി ഈ ലോക്ക്ഡൗൺ സമയമായതുകൊണ്ട് ടൊമാറ്റോയ്ക്ക് അവൈലബിലിറ്റി ഇല്ലയെന്നുണ്ടെങ്കിൽ പുളി ഉപയോഗിച്ചോളൂ. ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി എടുത്തിട്ട് ഒരു 1/4 കപ്പ് വെള്ളത്തിൽ കലക്കി, അല്ലെങ്കിൽ ഒരു 1/2 കപ്പ് വെള്ളത്തിൽ കലക്കി ഇതിനകത്തേക്ക് ടൊമാറ്റോ ഒഴിക്കുന്ന സമയത്ത് ഈ പുളി ഒഴിക്കുക, പുളി വെള്ളം, എന്നിട്ട് വറുത്തി ഇങ്ങനെ എടുക്കുക, എണ്ണ തെളിയുന്ന പോലെ. ഓക്കെ, വെരി നൈസ്. ഓ രക്ഷയില്ല. പിന്നെ ഇതുകൊണ്ട് ഇതിനകത്ത് കൂടെ കുറച്ച് ചോറും കൂടി മിക്സ് ചെയ്യാം അല്ലേ. അപ്പോൾ ഈ ചട്ടിയെ അവിടെ മാറ്റി വെച്ചിരിക്കുമായിരുന്നു. നമ്മളുടെ ആ ചട്ടിയിൽ തന്നെ ഇച്ചിരി ചോറും കൂടി മിക്സ് ചെയ്യാം. എന്നിട്ട് ഈ കപ്പയുടെ കൂടെ ചട്ടിയിൽ നമ്മുടെ ചമ്മന്തിയുടെ കുറച്ച് അംശങ്ങളുണ്ട്, ഒട്ടും കളയാനില്ല നമ്മുടെ മസാല. ഇനി എന്ത് വേണം? ഇനി ഈ കാര്യങ്ങൾ ഒന്നിച്ചാക്കി കഴിക്കാം. ചോറും മസാല ചോറും കപ്പയും നമ്മുടെ മസാല ചമ്മന്തി. ഇതിപ്പോൾ കുറച്ചുകൂടെ ഗംഭീരമായി കാര്യങ്ങൾ. ഇത് ഇച്ചിരി കൂടെ വേണമെങ്കിൽ മസാല എടുത്ത് ഇതിനകത്തേക്ക് ഇട്ടിട്ട്, ഓ മൈ ഗോഡ്, ഓ മൈ ഗോഡ്. ഹെവനിൽ പോയതുപോലെ ഒരു രക്ഷയില്ല. ഐ ലൈക്ക് ഇറ്റ്. ലൈക്കല്ല, ഐ ലവ് ഇറ്റ്. ഒരു രക്ഷയില്ല. ടേസ്റ്റ് അറിയാം. അതിൻ്റെ ആ ഒരു ടൊമാറ്റോയുടെ ഒരു പുളിയൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ആവശ്യത്തിനുള്ള എരിവും വെളിച്ചെണ്ണയുടെ ടേസ്റ്റും നമ്മുടെ കപ്പയും ചോറും ഗംഭീരം. നിങ്ങൾക്ക് കൊതി വരുന്നില്ലേ? ഇതുപോലെ ഉണ്ടാക്കി കഴിക്കും. ഈ ഒരു ദിവസം ഇത് മാത്രം മതി നമ്മളുടെ മെനുവിൽ, വേറെ ഒന്നും വേണ്ട. ഇനി കപ്പ കിട്ടിയില്ല എന്ന് വിഷമിക്കേണ്ട. ചോറും നമ്മളുടെ ഈ ചമ്മന്തി, അതായത് മസാല ചമ്മന്തി മാത്രം മതി. ഇങ്ങനെ കുഴച്ചൊഴിച്ച് കഴിച്ചാൽ ഗംഭീരം. വേറെ എന്താ വേണ്ട? ഒന്നും വേണ്ട. ഞാൻ കഴിച്ചു തീർക്കാൻ പോകണം, കഴിച്ചിട്ട് വരാം. ഓക്കെ, അങ്ങനെ വയറ് നിറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു. ഓ എന്തൊരു ആശ്വാസം, എനിക്ക് എന്ത് സന്തോഷം തോന്നുന്നു അറിയാമോ. സച്ച് എ ബ്യൂട്ടിഫുൾ ലഞ്ച്. അങ്ങനെ മനസ്സ് നിറഞ്ഞ് കഴിക്കുന്നൊരു സന്തോഷമുണ്ടല്ലോ. വേറെ ഒന്നും വേണ്ട, ഇത് മാത്രം മതി കഴിക്കാനായിട്ട്. അപ്പോൾ ഈ ലോക്ക്ഡൗൺ സമയത്ത് നമ്മളുടെ റിസോഴ്സസ് ഇങ്ങനെ കുറഞ്ഞ് വരുമ്പോൾ നമ്മൾ ഏറ്റവും കയ്യിൽ ഉള്ള കാര്യങ്ങൾ വെച്ച് എന്തൊക്കെ തട്ടിക്കൂട്ടാ അതൊക്കെ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ കടയിൽ നിന്ന് ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല. ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല. നമുക്കൊരു
ചമ്മന്തിയും ചോറും മാത്രം പോരെ. അപ്പോൾ ഇത് നമ്മളുടെ മസാല ചമ്മന്തി ആൻഡ് ചോറ്. കപ്പയുണ്ടെങ്കിൽ സന്തോഷം, കപ്പയോ ചക്കയോ എന്താണെങ്കിലും കുഴപ്പമില്ല, എരിശ്ശേരിയോ പുഴുക്കോ എന്താണെങ്കിലും. ഓക്കെ, ഇതാണ് ഇന്നത്തെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന കാര്യം. അപ്പോൾ സന്തോഷം. സ്പൈസി എൻ്റെ ടേസ്റ്റ് എൻ്റെ നാക്കിന്ന് പോയിട്ടില്ല കേട്ടോ, രക്ഷയില്ല. ഇതാണ് എൻ്റെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ. എനിക്ക് ഇങ്ങനത്തെ നാടൻ വിഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇത് എല്ലാത്തിനും പറ്റിയൊരു ചമ്മന്തിയാണ്. ഇത് വെറുതെ ഒരു മുളക് ചമ്മന്തിയല്ല, ഇതൊരു മസാല മുളക് ചമ്മന്തി എന്ന് തന്നെ പറയും. ഇതിനകത്ത് വെളുത്തുള്ളി ഇഞ്ചി എല്ലാം ചേർന്ന് വരുന്നതാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഇത്രയും സമയം എനിക്ക് വേണ്ടി മാറ്റി വെച്ചതിൽ. അപ്പോൾ ഇഷ്ടപ്പെട്ടാണെന്ന് തന്നെ ഞാൻ വിചാരിക്കട്ടെ. വീഡിയോ ആണെങ്കിൽ എന്തൊക്കെ ചെയ്യേണ്ടത്, ലൈക്ക്, കമൻറ്റ്, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഇതിൻ്റെ ലിങ്കും കൂടി ഷെയർ ചെയ്യുക. പിന്നെ ആദ്യമായിട്ടാണ് LN വ്ളോഗ്സ് എന്നുള്ള യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് ബി പാർട്ട് ഓഫ് ലക്ഷ്മി നായർ വ്ളോഗ്സ് ഫാമിലി, യൂട്യൂബ് ഫാമിലി. അതിലേക്ക് ഒരു ബെൽ ഐക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ എല്ലാ നോട്ടിഫിക്കേഷൻസ് കിട്ടും. ഞാൻ മോസ്റ്റ് ഓഫ് ദ ഡേയ്സും ഞാൻ വീഡിയോസ് ഇടുന്ന ആളാണ്. മൺഡേ മോട്ടിവേഷൻ ആൻഡ് വെനസ്ഡേ ബ്യൂട്ടി വ്ളോഗ്. ബാക്കി ദിവസങ്ങളിലെല്ലാം കൂടുതലും കുക്കിംഗ് വ്ളോഗ്സ് തന്നെയാണ്. വൺസ് ഇൻ എ വൈയിലൊക്കെ ഒരു പേഴ്സണൽ വ്ളോഗ് ഇടാറുണ്ട്. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ആൾ.